രാഷ്ട്രീയ കാലുഷ്യം പെരുകുമ്പോൾ പ്രതിരോധം എന്നത് അറബ് മേഖലയുടെ പ്രധാന അജണ്ടയായി മാറുകയാണ്. സിറ്റി ഫ്ലവർ വീക്കെൻഡ് റേബിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വൈകിയാണെങ്കിലും തങ്ങളുടെ പ്രതിരോധം വികസിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത അറബ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. മേഖലയിലെ രാഷ്ട്രീയ കാലുഷ്യങ്ങളാണ് ഇതിന് അവരെ പ്രേരിപ്പിക്കുന്നത്. 20ഓളം അറബ് രാജ്യങ്ങൾ ചേർന്ന് സൗദിയിൽ പോയവാരം നടത്തിയ വിപുലമായ സൈനികാഭ്യാസം നിരവധി പാഠങ്ങളാണ് നൽകുന്നത്. അതേക്കുറിച്ചാണ് വീക്കെൻഡ് റേബിയിൽ ഇക്കുറി ആദ്യം. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 20 അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സൈനിക പരിശീലനവും അഭ്യാസ പ്രകടനങ്ങളും വലിയ സന്ദേശമാണ് നൽകുന്നത്. സൗദിയുടെ വടക്ക് കിഴക്കൻ നഗരമായ ഹഫർ അൽ ബാത്തിനിയിലെ കിങ് ഖാലിദ് മിലിറ്ററി സിറ്റിയിലായിരുന്നു സംയുക്ത പരിശീലനം. റാദ ഷിമാൽ അഥവാ വടക്കിന്റെ ഇടിമുഴക്കം എന്നായിരുന്നു പരിശീലനത്തിന് നൽകിയ പേര്. അറബ് മേഖലയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ സൈനിക പരിശീലനം നടന്നത് ആദ്യമായാണ്. ആറ് ഗൾഫ് രാജ്യങ്ങളും തുർക്കി, ജോർദാൻ, ഈജിപ്ത്, പാകിസ്ഥാൻ, മലേഷ്യ, മൊറോക്കോ, സുദാൻ, സെനഗൽ, തുനീഷ്യ, ജിബൂത്തി, മൗറിത്താനിയ, മൗറീഷ്യസ്, ചാഡ് തുടങ്ങിയ 20 രാജ്യങ്ങളാണ് സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തത്. 3.5 ലക്ഷം സൈനികരും 2540 യുദ്ധവിമാനങ്ങളും 20,000 ടാങ്കറുകളും 460 ഹെലികോപ്റ്ററുകളും അണിനിരന്ന വൻ മുന്നേറ്റം. സൈനികം മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയ സന്ദേശവും നൽകിക്കൊണ്ടായിരുന്നു വടക്കിന്റെ ഈ ഇടിമുഴക്കം. സൈനിക സ്വാശ്രയത്വം നേടാൻ അറബ് ലോകം സ്വീകരിച്ച നടപടികളുടെ മറ്റൊരു വലിയ തുടർച്ച കൂടിയാണ് കണ്ടത്. 34 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അറബ് സംയുക്ത സേന രൂപവൽക്കരിക്കാൻ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സൗദിയുടെ തീരുമാനം. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, ടാങ്കറുകൾ, റോക്കറ്റ് വിക്ഷേപണ വാഹനങ്ങൾ, നിരവധി സൈനിക ആയുധങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ പരിശീലനത്തിനായി ഉപയോഗിച്ചു. കിങ് ഖാലിദ് സൈനിക സിറ്റിയിലെ വിശാലമായ മരുഭൂമിയിൽ ഓരോ രാജ്യത്തിനും പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിരുന്നു. സംയുക്ത പ്രകടനം നടത്താൻ പ്രത്യേക കേന്ദ്രവും. ഇതിനിടയിൽ പരിശീലനവും തകൃതിയായി നടന്നു. പരിശീലന സമാപനം ഗംഭീരമായി. ലോകത്തിനു മുന്നിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ചടങ്ങിന്റെ ആസൂത്രണം. ഇരുപത് രാജ്യങ്ങളുടെ നേതാക്കൾ ചടങ്ങിനായി പറന്നെത്തി. 2 ദിവസത്തെ പരിപാടി വീക്ഷിക്കാൻ നിരവധി രാഷ്ട്രതലവന്മാർ വന്നുചേർന്നു. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, ജോർദാൻ ഭരണാധികാരി അബ്ദുള്ള രാജാവ്, കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്സബാഹ്, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, സുദാൻ പ്രസിഡന്റ് ഉമർ ബഷീർ, സെനഗൽ പ്രസിഡന്റ് മാക്കി സാൽ തുടങ്ങിയവരുടെ സാന്നിധ്യം അറബ് മുസ്ലിം സംഘബോധത്തിൻ്റെ തെളിവായി മാറി. കുറേ വർഷങ്ങളായി മുസ്ലിം ലോകത്തിൻ്റെ നേതൃത്വം സൗദി അറേബ്യയുടെ കൈവശമാണ്. ആ ഒരു ലീഡർഷിപ്പ് ഊട്ടി ഉറപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് പുറമെ അറബ് മേഖലയിലെ അറബ് ലോകത്ത് സമാധാനം ഉറപ്പുവരുത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ വടക്കൻ ഇടിമുഴക്കത്തിന് ഉണ്ട് എന്നാണ് സൗദി അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ചെലവ് വരുന്ന, വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഒരു പരിശീലന പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഭീകരതയ്ക്കെതിരെ സൗദി അറേബ്യയും സഖ്യരാജ്യങ്ങളും ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാണ്
സൈനികാഭ്യാസ പ്രകടനം നൽകിയത്. മാർച്ച് 10 കിങ് ഖാലിദ് സൈനിക സിറ്റിയിലെ വിശാലമായ മരുഭൂമിയിൽ അക്ഷരാർത്ഥത്തിൽ യുദ്ധഭൂമി പുനഃസൃഷ്ടിക്കുക തന്നെയായിരുന്നു. വടക്കിന്റെ ഇടിമുഴക്കം എന്ന പേരിനോട് നീതി പുലർത്തുന്ന സൈനിക മുന്നേറ്റം. അപ്പാഷെ ഹെലികോപ്റ്ററുകളും F-16 യുദ്ധവിമാനങ്ങളും ആകാശത്തു നിന്ന് ബോംബ് മഴ വർഷിച്ചു. കിലോമീറ്ററുകൾ പരന്നുകിടന്ന ഭൂമിയിൽ ബോംബ് സ്ഫോടനങ്ങളുടെ നിലയ്ക്കാത്ത ശബ്ദം, ടാങ്കറുകളിൽ നിന്നുതിർന്ന മിസൈലുകളുടെ നിലയ്ക്കാത്ത പ്രവാഹം, കവചിത വാഹനങ്ങളുടെ കുതിപ്പ്. 3 മണിക്കൂർ നേരം മരുഭൂമി ഒന്നാകെ പ്രകോപനം കൊണ്ടു. പ്രതിരോധത്തിന്റെ സംഘനീക്കം പകർന്ന ആവേശത്തിലായിരുന്നു അപ്പോൾ അറബ് നേതാക്കൾ. സമീപകാലത്തായി പെട്രോളിനുണ്ടായിട്ടുള്ള വില ഇടിവ് പൊതുവെ ഗൾഫ് മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അത്തരമൊരു കാലാവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ ഒരു വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായിത്തീരുന്ന സൈനിക പരിശീലനങ്ങളും സൈനിക നടപടികളും എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എല്ലാ രാജ്യങ്ങളും വൻ ശക്തികളും ആലോചിക്കേണ്ടതുണ്ട്. സൈനിക സിറ്റിയിലെ പരേഡ് ഗ്രൗണ്ടിലായിരുന്നു സമാപനം. നിരവധി രാജ്യങ്ങളുടെ സൈനികരും സൗദിയുടെ വിവിധ സൈനിക വിഭാഗങ്ങളും അണിചേർന്നു. സൽമാൻ രാജാവ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചാണ് പരേഡിന് തുടക്കം കുറിച്ചത്. 20 രാജ്യങ്ങളുടെയും റാദ് ഷമാലിന്റെയും പതാകകൾ വഹിച്ചുള്ള സംഘത്തിന്റെ മാർച്ചായിരുന്നു ആദ്യം. തൊട്ടുപിന്നാലെ സൗദി കര വ്യോമ നാവികസേനകളുടെ ഊഴം. UAE, ഖത്തർ, ഒമാൻ സൈന്യത്തിനൊപ്പം മറ്റ് അറബ് രാജ്യങ്ങളുടെ ചടുല നീക്കങ്ങളായിരുന്നു പിന്നീട്. നവീന സൈനിക വാഹനങ്ങളുടെ അവസരമായിരുന്നു തുടർന്ന്. സഖ്യസേനയിലെ 20 രാജ്യങ്ങളുടെയും പതാകയുമായി സൈനികർ പാരച്യൂട്ടിൽ ഇറങ്ങിയത് അഭ്യാസ പ്രകടനത്തിന് മറ്റൊരു മാനം നൽകി. തൊട്ടുപിന്നാലെ സൈനിക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ആകാശത്ത് വിസ്മയ കാഴ്ചയൊരുക്കി. കഴിയുന്നതും യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള സമവായത്തിൻ്റെ ഒരു രീതിയാണ് ഇതിനൊക്കെ തന്നെ കുറെ കൂടി പ്രായോഗികമാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സംഘർഷത്തിൻ്റെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ രാജ്യങ്ങളിലൊന്നും സമാധാനം ഉണ്ടായിട്ടില്ല. ഇറാഖിലുണ്ടായിട്ടില്ല, സിറിയയിലുണ്ടായിട്ടില്ല, ഇപ്പോൾ യമനിലും ഉണ്ടായിത്തീരുന്നില്ല. അതിന് കുറെ കൂടി ഒരു സമവായത്തിൻ്റെ പരസ്പരം ഒത്തുതീർപ്പിൻ്റെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അവിടെയൊക്കെ തന്നെ ജനാധിപത്യം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ആഭ്യന്തര സംഘർഷങ്ങൾ ഇല്ലാതാക്കുവാനോ സാധിക്കുക എന്നുള്ള ഒരു പ്രായോഗിക പാഠം വൻ ശക്തികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. UAE, പാകിസ്ഥാൻ, ജോർദാൻ, സൗദി വ്യോമസേനകളാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. UAEയുടെയും സൗദിയുടെയും ദേശീയ പതാകകളിലെ നിറങ്ങൾ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. റാദ് ഷിമാൽ സമ്പൂർണ്ണ വിജയമാണെന്ന് സൗദി സഖ്യരാജ്യങ്ങളും വിലയിരുത്തുന്നു. ഇരുട്ടിന്റെ ശക്തികളെ വിറകൊള്ളിക്കാൻ ഈ അറബ് സംഘബോധം പര്യാപ്തമാണെന്നും അവർ ഉറപ്പിക്കുന്നു. ഭാവിയിൽ ഇതിന്റെ കൂടുതൽ വിപുലമായ തുടർച്ചകൾക്കായി ഇനി കാത്തിരിക്കാം.